ബിറ്റിക്കറ്റിൽ ഈ പ്രാവശ്യം ഒരൊറ്റ വിന്നർ മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളത് ആദ്യം പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഈ പ്രാവശ്യം ലൈവ് ഡ്രോ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റിക്കറ്റിന്റെ കഴിഞ്ഞ മാസത്തെ, അതായത് ജനുവരി മാസം നടന്നിട്ടുള്ള ഡ്രോയുടെ റിസൾട്ടിനെ കുറിച്ച് ഒരാൾ ചോദിച്ചിട്ടുള്ള സംശയമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫെബ്രുവരി 3-ാം തീയതിയാണ് ജനുവരി മാസത്തിലെ വിന്നറെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ ലൈവ് ഡ്രോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതായത് ജനുവരി മാസം ബിറ്റിക്കറ്റിൽ ഒരു വിന്നർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാര്യം അവർ മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധാരണ ഉണ്ടാകുന്ന രീതിയിൽ ലൈവ് ഡ്രോ ഇല്ലാത്തത് കൊണ്ട് അത് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അതിനുള്ള ആൻസർ വളരെ സിമ്പിൾ ആണ്. എല്ലാ മാസവും 1-ാം തീയതി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ത്രൂ എത്ര പ്രൈസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ മെൻഷൻ ചെയ്യാറുണ്ട്. ബിറ്റിക്കറ്റിൽ 2023 ഡിസംബർ വരെ ഒരുപാട് പ്രൊമോഷണൽ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ അവർ കൊണ്ടുവരുന്ന പ്രൊമോഷൻസ് ഒക്കെ ഞാൻ 1-ാം തീയതി വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ജനുവരി 1-ാം തീയതി വെറും 15 മില്യൺ ദിർഹം കാറ്റഗറിയിൽ മാത്രം അവർ പ്രൈസ് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായത് കൊണ്ട് അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യം 15 മില്യൺ ദിർഹം മാത്രമാണുള്ളത്, മറ്റുള്ള ഒരു പ്രൊമോഷനും ഇല്ല. അത് അവരുടെ വെബ്സൈറ്റിലും അവർ പബ്ലിഷ് ചെയ്തതാണ്. സാധാരണ ഒരുപാട് ഓഫേഴ്സ് തരുന്നത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. നമുക്കറിയാം UAE GCGRAയുടെ ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതേ രീതിയിലൊക്കെ ഈ പ്രാവശ്യവും ഒരൊറ്റ വിന്നർ മാത്രമാണ് ഉണ്ടാവുക. 15 മില്യൺ ദിർഹം കാറ്റഗറിയിൽ മാത്രമാണ് വിന്നർ ഉണ്ടാവുക. ഫെബ്രുവരി മാസം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഞാൻ തന്നെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വെബ്സൈറ്റിലും അവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യവും ഒരു പ്രൊമോഷനും ഇല്ല. നിങ്ങൾ ഫെബ്രുവരി മാസം ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർച്ച് 3-ന് നടക്കുന്ന ഡ്രോയിൽ 15 മില്യൺ ദിർഹം വിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അതൊരു ചെറിയ പ്രൈസ് അല്ല. നാട്ടിലെ 34 കോടി രൂപക്ക് മുകളിലാണ്. മുമ്പൊക്കെ ടിക്കറ്റിൽ ഈ ഒരു ഫസ്റ്റ് പ്രൈസും പിന്നെ അതുപോലെ 10th പ്രൈസ് വരെ പ്രൈസ് അവൈലബിൾ ആണെങ്കിലും ഇതേ രീതിയിലുള്ള വലിയ പ്രൊമോഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഒരുപക്ഷെ അടുത്ത മാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും പഴയ പ്രൊമോഷൻ കാറ്റഗറിയിലേക്ക് ടിക്കറ്റ് മടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് അവർ തന്നിട്ടുള്ള എക്സ്ക്യൂസ്, അതായത് ലൈവ് ഡ്രോ നടക്കാത്തതിനെ കുറിച്ചിട്ടുള്ള എക്സ്ക്യൂസ് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ്. പക്ഷെ അവർ മുമ്പ് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ റിസൾട്ട് ഫെബ്രുവരി 3-ാം തീയതി 7:30 വെബ്സൈറ്റ് ത്രൂ അറിയാമെന്നുള്ള രീതിയിലാണ്. ആ ഒരു സമയത്ത് ലൈവ് ഡ്രോ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് അവർ തന്നിട്ടുള്ള എക്സ്ക്യൂസ് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഏതായാലും ലൈവ് ഡ്രോ നടന്നതിന്റെ റെക്കോർഡിംഗ് വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അബുദാബിയിലുള്ള പുതിയ എയർപോർട്ടിൽ നിന്ന് വെച്ചിട്ട് ഓപ്പൺ ആയിട്ടാണ് അതിന്റെ ലൈവ് ഡ്രോ റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ബിറ്റിക്കറ്റിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ അതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അറിയണം താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.